അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എടുക്കണത് ഇന്നലത്തെ വീഡിയോ എല്ലാരും കണ്ടില്ല. അന്നത്തെ ദിവസം തന്നെ ഈ ഒരു വീഡിയോ എടുക്കണത് വേറെ ഒന്നുമല്ല, വെറുതെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കണം തോന്നി. അപ്പൊ സംസാരിച്ചാട്ടാ. ഇന്നും നാളെ ഇവർക്കൊന്നും, അതായത് ഇന്നും സ്കൂളില്ലട്ടാ. ബുധനാഴ്ച ദിവസം, ഞാനിത് ചൊവ്വാഴ്ച എടുക്കണത്. ബുധനാഴ്ച സ്കൂളില്ല എന്ന് പറഞ്ഞ എന്റെ ഭയങ്കര സന്തോഷത്തിലാട്ടാ. എന്താ വെച്ചാ ടൈം ടേബിളൊക്കെ എടുത്തു വെച്ചു, പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു, ഹോംവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് ഫോണിൽ നോക്കിയപ്പോ എന്താ പറയാ, സ്കൂളും ഇല്ല, മദ്രസയും ഇല്ല, പിന്നെ ട്യൂഷനും ഇല്ല. ട്യൂഷന് ഓൺലൈൻ ക്ലാസ് ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ അങ്ങോട്ട് തുടങ്ങിയുള്ള കളി മുഴുവന് അയ്യോ, പിള്ളേര് മാത്രമൊന്നല്ല കേട്ടാ, ഇവനും അതെ. എന്തായിരുന്നു ആർമാദിക്കലിച്ചിട്ടാ. ഭയങ്കര ആർമാദിക്കലായിരുന്നു സ്കൂളില്ലാന്ന് പറഞ്ഞതിന്. മഴയും കാറ്റും ഇടിയും ഒക്കെ അല്ലേ. അപ്പൊ രാവിലെ എണിച്ചിട്ട് കുളിക്കൊന്നും വേണ്ടല്ലോ. അതാണ് ഇവരുടെ മെയിൻ പ്രശ്നം അതാണ്. രാവിലെ നേരത്തെ എണീറ്റിട്ട് കുളിക്കണ്ടേ എന്നുള്ള പ്രശ്നമാണ്. നല്ല തണുപ്പത്ത് എണീച്ച് കുളിക്കണമല്ലോ, നേരത്തെ എണീക്കും വേണല്ലോ. അതാണ് ഇവരുടെ പ്രശ്നം. പിന്നെ വിറകാണെങ്കിൽ കത്തണ വിറകാണെങ്കിൽ നമുക്ക് വെള്ളം ചൂടാക്കി കൊടുക്കാം. ഞാൻ തന്നെ എനിക്ക് തന്നെ തണുത്തിട്ട് ഉച്ച സമയത്ത് കുളിക്കുമ്പോൾ തണുത്തിട്ട് മേലും കൈക്ക് വേദന ഗൈസ്. അത് കാരണം കൈ മുറിഞ്ഞ കാരണം മേലും മുറിയുടെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് വിശേഷങ്ങള്. പിന്നെ ഇന്നലെ ഒരു കമന്റ് കണ്ടായിരുന്നു, എന്റെ ഉമ്മാനെ സഹായിക്കാൻ എന്താ വീട്ടില് ഇക്കാകയും നാത്തൂനൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അവരില്ലാഞ്ഞിട്ടല്ലാട്ടാ. ഇപ്പൊ ഇക്കാക്ക് ഇവിടെ ചേലക്കര ഭാഗത്താണ്, വണ്ടി കച്ചവടമാണ്. അവിടെ ഒരു എന്താ പറയാ റൂമൊക്കെ ഉണ്ട്, ഓഫീസ് ഉണ്ട്. ആ ഓഫീസിലേക്ക് രാവിലെ പോവും. രാവിലെ പോയിട്ട് ആള് വൈകിട്ടേ വരുള്ളൂ. ഇനിയിപ്പോ ഇവരൊന്നും ഇല്ല, നാട്ടിലില്ലെങ്കിൽ, ഇവിടെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെയാണ് വാങ്ങി കൊടുക്കുക. പിന്നെ നാത്തൂന്റെ കാര്യം ചോദിച്ചാൽ, ഇക്കാക്ക് ഒരു സുഖമില്ലാത്ത കുട്ടിയുണ്ട്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിലൊക്കെ. കുട്ടിക്ക് ഒരു 17 വയസ്സായിട്ടുണ്ട് കേട്ടോ. പെൺകുട്ടിയാണ്. അവൾക്ക് 17 വയസ്സ് കഴിഞ്ഞു. അപ്പൊ പെൺകുട്ടിയാണ്, ഓട്ടിസത്തിന്റെ ഇതാണ് അവൾക്ക്. അപ്പൊ അവളെ നോക്കണമെങ്കിൽ ഒരാളെ എപ്പോഴും വീട്ടിൽ വേണം. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഞാന് പൊടിപ്പിക്കാനൊക്കെ പോകുമ്പോ ഉമ്മാടെയും പൊടിപ്പിക്കാനൊക്കെ. ആദ്യമൊന്നും എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നൊന്നുമില്ല. ഇപ്പൊ വണ്ടി ഉണ്ടല്ലോ നമുക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുമ്പോ ഉമ്മ പറയണത് ഇതും കൂടി കൊണ്ടുപോകാനൊക്കെ പറയണത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അങ്ങനെ പറയണത് കേട്ടോ. പിന്നെ റഷിക്ക് ഇപ്പൊ നാട്ടിലുണ്ട്. റഷിക്ക് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ താത്താടെ മക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ വാങ്ങി കൊടുന്നു കൊടുക്കും. അതിപ്പോ ഇക്കാകാരന്നെ പോണമെന്നൊന്നും ഇല്ലല്ലോ, എല്ലാവരുടെയും ഉമ്മ തന്നെയല്ലേ. അപ്പൊ ആരെങ്കിലൊക്കെ ഉള്ളപ്പോ അവരോട് പറയുന്നു. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഗുളിക മേടിച്ചു കൊടുത്തത് താത്താടെ മോനാണ്, അനുണ്ടല്ലോ, അവനെ വാങ്ങി കൊടുന്നു കൊടുത്തു. അങ്ങനെ ആരോടേലൊക്കെ പറയും. ഇപ്പൊ റേഷിക്ക് അവിടെ വെറുതെ ഇരിക്കില്ലേ, അപ്പൊ അമ്മ പറഞ്ഞു എന്നുള്ള വാങ്ങിയിട്ട് വരും. അതാണ് കേട്ടോ ഉണ്ടായത്. അപ്പൊ അത് നമ്മള് കമന്റില് എഴുതുമ്പോ അത് ക്ലിയർ ആവില്ലല്ലോ. അപ്പൊ അതും കൂടി ഒക്കെ ഒന്ന് പറയാന്ന് വിചാരിച്ചു. പിന്നെ ഇവരുടെ ഒരു സന്തോഷം നേരിൽ കാണിച്ചു തരാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം. പിന്നെ ഇപ്പൊ രാത്രി ഞങ്ങള് ചോറിനലൊക്കെ കഴിഞ്ഞു, ഇനി കിടക്കണം. പിന്നെ എന്താ സാമ്പാർ കൂട്ടിയിട്ട് മടുക്കണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സാമ്പാർ കൂട്ടിയിട്ട് ഞങ്ങൾക്ക് മടുപ്പൊന്നുമില്ല സാമ്പാറുണ്ടല്ലോ, മടുക്കില്ല. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. സാമ്പാറും ആദ്യം ചട്നിയും ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സാമ്പാർ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയായിരുന്നില്ല. ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോ ശരിയായിരുന്നേ ഇല്ല. ആദ്യം എനിക്കും ഇഷ്ടമല്ലായിരുന്നു ഞാൻ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ അങ്ങോട്ട് പഠിച്ചു, ഉണ്ടാക്കിയപ്പോ ടേസ്റ്റ് ആയി. സാമ്പാറ്, ചപ്പാത്തി, അതേപോലെ പൊറോട്ട ഉണ്ടെങ്കിൽ സാമ്പാർ കൂട്ടി കഴിക്കും. പിന്നെന്താ ദോശയും സാമ്പാറിനോട് സാമ്പാർ ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ അത് കാരണമാണ് സാമ്പാർ വിടാതെ പിടിച്ചേക്കുന്നത്. അപ്പൊ നമ്മള് പച്ചക്കറി മേടിക്കുമ്പോ 60 രൂപയ്ക്കൊക്കെ പച്ചക്കറി മേടിക്കും. ഒരു സാമ്പാർ കഷ്ണം മേടിക്കില്ല 60 രൂപയുടെ. ആദ്യമൊക്കെ 50 രൂപ, ഇപ്പൊ 60 രൂപയായി. ആദ്യമൊക്കെ 50 രൂപയ്ക്ക് കിട്ടിയായിരുന്നു. അപ്പൊ 60 രൂപയ്ക്ക് സാമ്പാർ കഷ്ണം മേടിച്ചു കഴിഞ്ഞാൽ അതിൽ 2 ദിവസം സാമ്പാർ വെക്കാനുള്ളതുണ്ടാവും, ഒരു ദിവസം ഉപ്പേരി വെക്കാനുള്ള പച്ചക്കറി ഉണ്ടാവും കേട്ടോ. എല്ലാം കൂടിയിട്ട് നോക്കുമ്പോ. അപ്പൊ വെറുതെ പച്ചക്കറി കളയണ്ടല്ലോ. അപ്പൊ ഞങ്ങള് സാമ്പാർ വെക്കുക. ആദ്യം എനിക്ക് എന്നും കുത്തിക്കാച്ചിയ കൂട്ടാനായിരുന്നു. അപ്പൊ എല്ലാരും എൻ്റെ അടുത്ത് ചോദിക്കും, എന്നും കുത്തിക്കാച്ചിയ കൂട്ടാനാണോ ചോദിക്കും. ഇപ്പൊ കുത്തിക്കാച്ചിയ കൂട്ടാനിൽ ഇത്തിരി മാറ്റി വെച്ചിട്ട് ഇപ്പൊ സാമ്പാറുമ്പോ പിടിച്ചേക്കാണ്. അപ്പൊ ഇന്നത്തെ സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്നലെ റഷിക്ക് വെച്ച സാമ്പാർ തേങ്ങ അരയ്ക്കാണ്ട് വെച്ചിട്ടുള്ള സാമ്പാറാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. നല്ല കുറുന്നനുള്ള സാമ്പാറായിരുന്നു. ഞാൻ ഉണ്ടാക്കുമ്പോ ഇത്തിരി നീട്ടിയിട്ട് വറുത്തരച്ചിട്ട് വെക്കും. അപ്പൊ നമുക്ക് 2 ദിവസത്തിനൊക്കെ എടുക്കാന്ന് മാത്രം. പിന്നെ ഉണക്കമീൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. മാന്തള ഇവർക്ക് ചെറുപ്പം മുതലേ അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ ശീലായതാണ്. മാന്തളാണ് കുഞ്ഞുവിന് ഏറ്റവും ഇഷ്ടം. എന്താ പറയാ, ഉണക്കമീനില്ല. അത് ചെറുപ്പത്തിലേ അവന് ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോഴും ഭയങ്കര ഇഷ്ടം ഉണക്കമീൻ. അതാണ് മാന്തളും സ്രാവൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വാങ്ങിക്കണതും എപ്പോഴും കഴിയുന്നുണ്ടാവും. രാത്രി കിടക്കാൻ പോണ നേരത്ത് പൗഡറൊക്കെ ഇട്ട് കണ്ണും പിരികൊക്കെ എഴുതി നല്ല സുന്ദരിയായിട്ട് ഹെയർ ബാൻഡ് ഒക്കെ വെച്ചിട്ട് ഹെയർ ബാൻഡ് കൊണ്ടുപോയി എടുത്ത് വെച്ചോട്ടാ. അത് കിടക്കുമ്പോ നാശവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെയാണ്. അതൊക്കെ ഒന്ന് അങ്ങനെ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വന്നത് കേട്ടോ. പിന്നെ നല്ല മഴയാണ്. കുട്ടികളെനൊക്കെ എല്ലാരും ശ്രദ്ധിക്കണം. അവരെന്നെ പുറത്തേക്ക് ഇറക്കണില്ല കേട്ടോ. ഇവനൊന്ന് ശരിക്കും പറയണെങ്കിൽ ട്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ വിട്ടില്ല. നല്ല മഴയായിരുന്നു. എനിക്ക് ആ മഴയത്ത് പറഞ്ഞേക്ക ഒരു പേടി. വല്ല കറണ്ട് കമ്പി പൊട്ടിയിട്ട് റോട്ടിൽ കിടക്കുകയോ അല്ലെങ്കിൽ വല്ല പിള്ളേരുടെ കൂടെ വല്ല തോട്ടിക്കോ കുളത്തിലേക്കോ വല്ല ചാലിക്കോ ഒക്കെ ഇറങ്ങുമോ എന്നൊക്കെ ഒരു പേടി കൊണ്ട് ഞാൻ അന്ന് പറഞ്ഞേച്ചില്ല. ആ സമയത്ത് നല്ല മഴയായിരുന്നു. പിന്നെ കർക്കിടം ഒന്നല്ലായിരുന്നൊന്നുമില്ല, അത് കാരണം നല്ല മഴയല്ലായിരുന്നു. അത് കാരണം ഞാൻ പറഞ്ഞേച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളില്ല എന്ന് പറയുമ്പോ ഒരു ആശ്വാസം തന്നെയാണ് കേട്ടാ. ഇവരൊക്കെ വികൃതി ഉണ്ടാവും, അത് വേറെ കാര്യം. എന്നാലും നല്ല ഇടിയും മഴയും കാറ്റൊക്കെ ആവുമ്പോ നമുക്ക് ഇവരൊക്കെ സ്കൂളിലാവുമ്പോ നമുക്ക് ഭയങ്കര ടെൻഷനല്ലേ. ഇതിപ്പോ ഇവരൊക്കെ എല്ലാവരും നമ്മുടെ അടുത്തുള്ളപ്പോ നമുക്കൊരു സമാധാനം തന്നെയാണ്. പക്ഷെ ഇനിയാണ് പാഠങ്ങള് ടീച്ചർമാര് വേഗം എടുത്തിട്ട് പോലും പരീക്ഷ ഇല്ല, അടുത്ത മാസം പരീക്ഷ അല്ലേ. അപ്പൊ അവസാനിക്കാണ്ട് ഇനി ഒരു ഓട്ടാവും ലൂഞ്ഞോ. ഇനി ശനിയാഴ്ചയും കൂടി ചിലപ്പോ ക്ലാസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. ഞായറാഴ്ച എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നമ്മുടെ മുറ്റത്തൊക്കെ എന്താ വെള്ളത്തിന്റെ കളിയാട്ടാ. ഞങ്ങൾ ഇന്നലത്തെ വീഡിയോയില് കണ്ടില്ലേ, ആകെ വെള്ളാണ്. കിണറൊക്കെ നിറഞ്ഞു. മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. എന്തായാലും എല്ലാവരും കുട്ടികളെനൊക്കെ ശ്രദ്ധിക്കുക. കുട്ടികളെ പാടത്തേക്കും പറമ്പിലേക്കും ഒന്നും വിടണ്ട, റോട്ടിക്കൊന്നും വിടണ്ട. എന്തേലും വന്നു പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഇതാവും. പിന്നെ അത് എന്താ പറയാ, മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമൊക്കെ ആയി മാറും. അപ്പൊ കുട്ടികളെ എല്ലാരും ശ്രദ്ധിക്കട്ടെ. പുറത്തേക്കൊന്നും വിടണ്ട ഒറ്റയ്ക്കൊന്നും. പെൺകുട്ടികളെന്നായാലും ആൺകുട്ടികളെന്നായാലും, പ്രത്യേകിച്ച് ആൺകുട്ടികളെ. പെൺകുട്ടികൾ അങ്ങനെ പുറത്ത് പോവില്ല. പ്രത്യേകിച്ച് ആൺകുട്ടികളെയൊന്നും പുറത്തേക്ക് ആരും വിടണ്ട. പിന്നെ ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ എത്ര മഴ ഉണ്ടെങ്കിലും ഇങ്ങനെ സ്കൂള് മുടക്കോ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ മഴ അങ്ങോട്ട് ഭൂമിക്ക് വരുമ്പോഴേക്കും ഒരു 4 ദിവസം അടുപ്പിച്ച് പെയ്യുമ്പോഴേക്കും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കാട്ടോ. മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ചാട്ടിലൊന്നും പോയി ഇരിക്കും. പേടിയാണ്. ഇന്നലെ വീഡിയോയില് കണ്ടു, ഫോണില് കണ്ടു, ഒരു അമ്മയും മോനും കൂടിയിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ചുമര് വീണിട്ട് മേലേക്ക് വീണിട്ട് 2 ആളും മരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ കാണുമ്പോ പേടി തോന്നാണ്. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക, അത്രേ പറയാനുള്ളൂ. ഇനി വീണ്ടും നിങ്ങൾ അത് ആവർത്തിച്ചു പറഞ്ഞു എന്ന് പറയണത് നല്ലതിന് വേണ്ടിയിട്ടാന്ന് വിചാരിക്കുക. അപ്പൊ ഇനി വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം. ഇനി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണം. അപ്പൊ നാളെ ഇത് ഞാൻ തലേ ദിവസം ഉണ്ടാക്കണം. അപ്പൊ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് ഇനി ചിക്കൻ കറിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണം. സാമ്പാറില്ലേ, സാമ്പാർ കഷ്ണില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇന്ന് ഉറങ്ങട്ടെ, നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. രാവിലെ കുഞ്ഞുവിന് ഓൺലൈൻ ക്ലാസ് ഉള്ള കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഫോണ് അവൻ്റെ കയ്യിലായിരുന്നു, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. ഇതാവൻ 9 മണിയായിട്ടാണ് ചായ കുടിക്കുന്നത്. റഷിക്കും താഴത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ട്, ഫോണിലിരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളെന്നൊക്കെ പറയാൻ ഇതന്നെ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.